അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വ മൗലാന വ ഷഫീന മുഹമ്മദ്. 2 ദിവസം നമ്മൾ നിന്ന് പിന്നിട്ട് പോയി. പരിശുദ്ധ റമളാൻ ഇങ്ങനെയാണ്, വരുന്നതും പോകുന്നതും നാം അറിയുകയില്ല. നാം എന്ത് നേടി എന്തെന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. 2 ദിവസം നമ്മൾ പിന്നിട്ട് പോയപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയോ? ഹബീബ നബി പറഞ്ഞത് അവ്വലുഹു റഹ്മ എന്നുള്ളതാണ്. ഈ 2 ദിവസങ്ങളിൽ എന്ത് റഹ്മത്ത് നാം കരസ്ഥമാക്കി, ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ കരസ്ഥമാക്കും? അള്ളാഹു ഒരു പ്രത്യേകമായ ഒരു മാസത്തെ നമുക്ക് തന്നിട്ട് പടച്ചോൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും റമദാനിലെ നോമ്പുണ്ടായിരുന്നു. ഈ നോമ്പിനെ നാം നിർബന്ധമാക്കിയത് കമാ കുത്തിബ അലൈക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്കും നാം ഫർളാക്കിയിട്ടുണ്ട്. എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് ഒരു നോമ്പിൽ മാത്രം തഖ്വയുള്ളവരാവുക എന്നല്ല. നമ്മുടെ ജീവിതത്തിലുടനീളം, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ, നമ്മുടെ കുടുംബവുമായുള്ള നമ്മുടെ ജീവിതത്തിൽ, മക്കളുമായുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഹപാഠികളുമായുള്ള നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഒക്കെ നാം എന്ത് ചെയ്യണം? സൂക്ഷ്മത പുലർത്തുന്നവർ ആവണമെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി ഓരോ ദിവസവും വരുമ്പോഴും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടി നാം മാറണം. അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് പറഞ്ഞത്, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. ഇതിൻ്റെ ആദ്യത്തെ 10 ദിവസം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 10ആണ്. ഇദാ സലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി. ഇതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മൾ ദുആ ചെയ്യണേ. പടച്ചോ നമ്മളോട് പറഞ്ഞത്, ആരെങ്കിലും ഈ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് ഒന്ന് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ പടച്ചോൻ പറയുന്നു എല്ലാ സമയവും ഇദാ സലക ഇബാദി, എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് പറയണേ. ഉജീബു ദഅവത ദാഇ, അവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറയണേ എന്നാണ്. എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ മനമുരുകി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. അല്ലാ, നിന്റെ ഇഷ്ടദാസ